കുഞ്ഞിക്കണ്ണൻ മുതിർന്ന CPI നേതാവിനോടൊപ്പം ഉണ്ട്. സുപ്പം VR അനൂപ് കോൺഗ്രസ് നേതാവും. KT, ഈ തെരഞ്ഞെടുപ്പ് ഫലം നിങ്ങൾക്കുള്ള കനത്ത തിരിച്ചടിയാണോ? തെരഞ്ഞെടുപ്പ് ഫലം സ്വാഭാവികമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ രീതിയിലുള്ള നഷ്ടമുണ്ടാക്കുന്നതാണ്. ആ വിധിയിലടങ്ങിയിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPM പരിശോധിക്കേണ്ടതുണ്ട്. പരിശോധിച്ച് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിധിയുണ്ടായത് എന്ന കാര്യത്തിൽ കൃത്യമായൊരു രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുന്നോട്ട് വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഏതൊരു തെരഞ്ഞെടുപ്പിലെയും ജനവിധിയെ പ്രാഥമികമായി അംഗീകരിക്കുക എന്നുള്ളത് ജനാധിപത്യ പ്രക്രിയയിൽ, തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇടപെടുന്ന എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും ഉത്തരവാദിത്തമാണ്. ആ അർത്ഥത്തിൽ തന്നെ ഈ ജനവിധിയെ ഞങ്ങൾ ഗൗരവമായിട്ട് കാണുന്നു. ഈ ജനവിധി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരാണ് എന്നുള്ളത് കൊണ്ട് മാത്രം ജനവിധിയായി കാണാത്ത പ്രശ്നമില്ല. പക്ഷേ ഈ വിധിയിലേക്ക് കേരളത്തിലെ ജനങ്ങളെത്തിയ ഈ വിധിക്ക് കാരണമായ എല്ലാ ഘടകങ്ങളും കൃത്യമായ പരിശോധന അറിയിക്കുന്നതാണ്. അത് ആത്മവിമർശനപരമായ പരിശോധന നടത്തേണ്ട കാര്യങ്ങൾ ആ രീതിയിൽ തന്നെ പരിശോധിക്കണം. മറ്റൊരർത്ഥത്തിൽ കേരളത്തിൽ ശരി, അത് സ്വാഭാവികമാണ്. ഒരു തെരഞ്ഞെടുപ്പ് പരാജയം ഉണ്ടാകുമ്പോൾ അത് പഠിക്കുക പ്രധാനമാണ്. കേട്ടി, ഞാൻ ചോദിക്കുന്നത് ഇതിനകത്ത് നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ, ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു പരാജയം സമീപകാലത്ത് എപ്പോഴെങ്കിലും നമ്മൾ LDF-ൽ കണ്ടിട്ടില്ല. അതൊരു ഹൈപ്പർ ലോക്കൽ തലത്തിൽ നിങ്ങൾക്കുണ്ടായ വീഴ്ച ഒന്നാമത് കാണണം. 2, ഈ സംസ്ഥാനത്തിന്റെ തലസ്ഥാനം BJP ഭരിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ നഷ്ടമാണ് അവർ നേട്ടമാക്കിയിരിക്കുന്നത് എന്നത് കാണുക. എന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എടുത്തിട്ടുള്ള സ്ട്രാറ്റജീസ് കംപ്ലീറ്റ് പാളിപ്പോവുകയും അതിന്റെ ഗുണം ഒരർത്ഥത്തിൽ BJP എടുക്കുകയും ചെയ്യുന്നത് കാണുന്നില്ലേ? അല്ല, നിഷാദ് ആദ്യം പറഞ്ഞൊരു കാര്യം, ഈ കേരളത്തിലെ ഒരു സമീപകാല ചരിത്രത്തിൽ ഇടതുപക്ഷത്തിനുണ്ടായ വലിയൊരു തിരിച്ചടിയാണ് ഇതെന്ന് ഞാൻ കാണുന്നില്ല. കാരണം നിഷാദിൻ്റെ എൻ്റെയൊക്കെ തന്നെ ചരിത്രബോധം നമ്മളോട് കൃത്യമായി പറയുന്നൊരു കാര്യമുണ്ട്. 1977 തെരഞ്ഞെടുപ്പാണ്. അടിയന്തരാവസ്ഥക്കെതിരായിട്ട് ഏറ്റവും ശക്തമായ ജനവികാരം രാജ്യത്താകെ ഉയർന്നു വന്ന കേരളത്തിൽ അടിയന്തരാവസ്ഥ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ നിരവധി യുവാക്കളുടെ മൃഗീയമായ കൊലപാതകങ്ങളിലേക്കൊക്കെ നയിച്ച സംഭവഗതികൾ മുൻനിർത്തി നടന്ന തെരഞ്ഞെടുപ്പാണ് 1977 തെരഞ്ഞെടുപ്പിൽ. ആ 77 തെരഞ്ഞെടുപ്പിൽ വടക്കേ ഇന്ത്യയിൽ കോൺഗ്രസിനെതിരായിട്ട് വലിയ വിധിയെഴുത്തുണ്ടായി. പക്ഷേ കേരളത്തിൽ ഉത്ഭുതം എന്ന് പറയുന്ന വളരെ പ്രബുദ്ധരായ വോട്ടർമാരുണ്ട് എന്ന് പറയുന്ന കേരളത്തിൽ നമ്മൾ എന്താണ് കണ്ടത്? കരുണാകരനും UDF-ഉം ജയിച്ചു വരുന്നതാണ്. പക്ഷെ ആ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ പരിശോധിച്ച് ജനങ്ങൾക്കിടയിൽ യഥാർത്ഥമായ കാര്യങ്ങൾ എത്തിച്ച് പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, അന്നത്തെ UDF മുന്നണിയിൽ, അന്നത്തെ ഭരണ പാർട്ടിയായ കോൺഗ്രസിനകത്ത് തന്നെ വലിയ രീതിയിൽ അതിന്റെ ഭാഗമായിട്ട് പോളറൈസേഷൻ ഉണ്ടാകുന്നതിലേക്ക് പരാജയം എന്ന് പറയുന്നത് പഴയ പുതിയ സംഗതി അല്ല എന്നാണ്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഈ പരാജയത്തിന്റെ സവിശേഷതകളുണ്ടല്ലോ. ഇവിടെ തലസ്ഥാന നഗരം BJP ഭരിക്കാൻ പോവുകയാണ്. കൊല്ലം പോലെ ഒരു സ്ഥലത്ത് നിങ്ങൾ 3rd പൊസിഷനിലേക്ക് പോയി 2nd പൊസിഷനിലേക്ക് ഹിന്ദുത്വ പൊളിറ്റിക്സിന്റെ ആൾക്കാർ വരികയാണ്. മറ്റു പല സ്ഥലങ്ങളിലും BJP കൊടി പൊക്കുന്നത് കാണുകയാണ്. എന്ന് വെച്ചാൽ BJPയുടെ വരവ് തിരിച്ചറിയാൻ കഴിയാത്ത വിധം, അങ്ങനെ തിരിച്ചറിയാൻ കഴിയാതിരിക്കുക മാത്രമല്ല, നിങ്ങൾ എടുക്കുന്ന സ്ട്രാറ്റജിയുടെ ബൈ പ്രോഡക്റ്റ് BJPയുടെ വിജയമായിരിക്കും എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഒരു രാഷ്ട്രീയ നിരക്ഷരത നിങ്ങളെ ബാധിച്ചിരുന്നുവോ, അതോ നിങ്ങൾ അവിടെ കണ്ണടച്ചതാണോ? എന്താണ് ശരിക്കും സംഭവിച്ചത് കേട്ടി? അല്ല, നിഷാദിന്റെ അത്ര നിശ്ചിതമായ രീതിയിൽ ആ കാര്യത്തെ ഇടതുപക്ഷത്തിന് തലയിലെടുത്ത് ഇടതുപക്ഷം BJPക്ക് കേരളം പോലൊരു സമൂഹത്തിൽ സ്വാധീനമുണ്ടാക്കുന്ന തരത്തിൽ, അതായത് നമ്മുടെ ഒരു പൊതുബോധം ഹിന്ദുത്വമായി മാറുന്ന തരത്തിലുള്ള ഒരു സാമൂഹ്യ പരിണതി, ആ രീതിയിലുള്ളൊരു മാറ്റം എങ്ങനെ കേരളത്തിലുണ്ടായി, അത് ഗൗരവമായി നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ, ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ വിധിയുടെ പശ്ചാത്തലം നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ശബരിമല പ്രശ്നത്തെ, വിശ്വാസി സമൂഹത്തെ വളരെ വൈകാരികമായി ഇളക്കിവിടുന്ന പ്രചരണമാണ് UDF-ഉം BJP-യും നടത്തിയത്. UDF നടത്തിയ ആ പ്രചരണത്തിന്റെ ഫലമാകെ അനുഭവിച്ചത് BJP ആണെന്നാണ് തിരുവനന്തപുരത്തെയും കൊല്ലത്തെയും ഒക്കെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. അത് പറയാം, പക്ഷെ അതൊരു പോയിന്റ് ആണ്. പക്ഷെ അതിനപ്പുറം കേട്ടി നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലേ പരമാവധി? ഒരു ഭൂരിപക്ഷ മതസമുദായത്തിനകത്ത് മതവൈകാരികതയുടെ ഏകീകരണം ഉണ്ടാക്കാൻ കഴിയുമ്പോഴുള്ള പ്രചാരണം നിങ്ങൾ നടത്തിയില്ലേ? ജയിച്ചാൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇത് ആഭ്യന്തരമന്ത്രിയാവാൻ പോകുന്നു, ഹിസ്ബുൾ മുജാഹിദീനും മുസ്ലിം ലീഗും SDPI-യും എന്ന് പറഞ്ഞ് നിങ്ങൾ മൈക്ക് കെട്ടി അനൗൺസ് ചെയ്യുന്നു. എന്ന് മാത്രമല്ല, പച്ചവർഗീയത മലപ്പുറത്തിനെതിരെ പ്രസംഗിക്കുന്ന ആളെ നിങ്ങൾ ആദരിക്കുന്നു. ഇതുണ്ടാക്കുന്ന ഇമ്പാക്ട് എന്താണ്? അതുണ്ടാക്കുന്ന ഒരു ആളുകളെ മതപരമായി ഏകീകരിക്കുന്നതിലോ വൈകാരികത ഉണ്ടാക്കുന്നതിലോ അതൊന്നും ഒരു ഫാക്ടർ ആയിട്ടില്ല എന്ന് പറയാണോ കേട്ടി? ഇല്ല, ജമാഅത്ത് ഇസ്ലാമിയെ വിമർശിക്കുന്നതും RSSനെ വിമർശിക്കുന്നതും മുസ്ലിം സമൂഹത്തെയും ഹിന്ദു സമൂഹത്തെയും വിമർശിക്കുന്നതാണെന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള വളരെ ലളിതവും നിരുത്തരവാദപരവുമായ ഒരു സമീകരണം വെച്ച് നമുക്ക് ഇത് ചർച്ച ചെയ്യാൻ പറ്റില്ല നിഷാദെ. മാത്രം ചോദ്യം ചുരുക്കാം. അല്ല, നമ്മൾ കാണേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായാലും UDF ആയാലും
കേരളത്തിൽ BJPയുടെ ഈ സ്വാധീനത്തെ ഒന്നിച്ച് നേരിടുന്നതാണ്, പ്രതിരോധിക്കേണ്ടതാണ്. കാരണം രണ്ട് കൂട്ടരും, ഇടതുപക്ഷ മുന്നണിയായാലും UDF ആയാലും, ഈ രാജ്യത്ത് മതനിരപേക്ഷമായ ഒരു രാഷ്ട്രഘടനയും സാമൂഹികഘടനയും നിലനിൽക്കണമെന്ന് ഉത്തരവാദിത്വപൂർവ്വം ചിന്തിക്കുന്നവരാണ്. പക്ഷെ കേരളത്തിലെ UDFകാര്, നിഷാദോട് ഞാൻ പറയണ്ടല്ലോ, നമ്മൾ കണ്ടതല്ലേ ശബരിമല ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളും സുപ്രീം കോടതി വിധി തൊട്ട് UDF എന്താണ് BJPയുടെ അജണ്ടക്കൊപ്പം നിൽക്കുകയാണ്. BJPയുടെ ഒരു പ്ലാറ്റ്ഫോം പങ്കിടാനാണ് അവർ ശ്രമിച്ചത് പൊളിറ്റിക്കലായിട്ട്. അത് കൃത്യമായിട്ട് എന്താണ് ആ വിമർശനം ഉയർത്താൻ കേട്ടി. പക്ഷെ ഞാൻ പറയുന്നത് അവര് ശബരിമല പരമാവധി പ്രയോജനപ്പെടുത്തി. നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങള് ഈ മലപ്പുറത്ത് ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ ശ്വാസം മുട്ടുകയാണെന്ന് വ്യാജം വർഗീയത പറഞ്ഞ ആളെ നിങ്ങൾ ആദരിക്കുകയല്ലേ ചെയ്തത്? അങ്ങനെ ഒരു കളി നിങ്ങളും കളിച്ചില്ലേ? നിങ്ങളല്ലാതെ പെർഫെക്റ്റ് ആൻഡ് പക്ക നിഷ്കളങ്കമായ ലെഫ്റ്റ് പൊളിറ്റിക്സ് മാത്രമാണോ ഈ തെരഞ്ഞെടുപ്പ് എടുത്തത്? അല്ല, അത് നിഷാദിനെ അറിയാത്തത് കൊണ്ടല്ല നിഷാദ് ഈ ചർച്ചയിൽ അങ്ങനെ പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരള തൊഗാഡിയാണ് മിസ്റ്റർ വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തിന്റെ പല നിലപാടുകളെയും അതിശക്തമായി വിമർശിച്ച ഒരാളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി 10 വർഷം മുമ്പ്. അതേ സമയത്ത് അദ്ദേഹത്തിന്റെ സംഘടന അദ്ദേഹത്തിന്റെ ജന്മവാർഷികവുമായി ബന്ധപ്പെട്ട് നൽകുന്ന ഒരു സ്വീകരണ പരിപാടിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലക്ക് പങ്കെടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യം സ്റ്റേറ്റ് കാറിൽ കയറ്റിയ കാര്യം കൂടി ഞാൻ ചോദിക്കുന്നത്. അല്ലാതെ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ എന്ത് വികാരമാണ് ഉണ്ടാക്കിയത്? അത് ഇടതുപക്ഷത്തിനെതിരായിട്ട് ചിന്തിക്കുന്ന ഞാൻ പറഞ്ഞത് വെള്ളാപ്പള്ളി ചരിത്രത്തിലില്ലാത്ത വിധമുള്ള നുണ പറയുകയാണ്, വർഗീയത പറയുകയാണ്. ആ വർഗീയതയെ പൂർണ്ണമായും തള്ളിക്കളയാതെ അദ്ദേഹത്തെ ആദരിക്കുക എന്ന് വെച്ചാൽ ആ വർഗീയതയ്ക്ക് ഞങ്ങൾക്ക് അതിനോട് വിയോജിപ്പൊന്നും ഇല്ല എന്ന് പറയാൻ ശ്രമിക്കുകയാണ്. അത് എവിടെയാണ്? അത് എന്തിനാണ് വലുതാക്കുന്നത്?